ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഹാൽ മൂവിയും കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഈ സിനിമയിൽ വെറുതെയല്ല സെൻസർ ബോർഡ് കുറേ കട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ അവർക്കൊരു അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കാരണം അവരത് കട്ട് ചെയ്ത് കട്ട് പറഞ്ഞ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ അത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കടുത്ത വിമർശനങ്ങൾ ഈ സിനിമയ്ക്ക് വന്നേനെ. കാരണം അങ്ങനത്തെ കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് എനിക്ക് സിനിമയ്ക്ക് പോയപ്പോഴാണ് മനസ്സിലായത്. ആദ്യം തന്നെ ഈ സിനിമ എങ്ങനെയായിരുന്നു, ഇതിലെ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ഉള്ളതെന്ന് പറയാം. അതിനുശേഷം അവസാനം ഞാൻ ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന് പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടിരിക്കേണ്ട വീഡിയോ തന്നെയാണ്. കാരണം മതപരമായ കുറേ കാര്യങ്ങൾ ഈ സിനിമയിലൂടെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഷെയ്ൻ നിഗം. പുള്ളിയുടെ ബൾട്ടി മൂവി ഞാൻ കണ്ടിരുന്നു. നല്ലൊരു ആക്ഷൻ ഹീറോ, ഒരു ഗുണ്ടായിസൊക്കെ ഉള്ള ഒരു ഹീറോ ആയിട്ടാണ് അതിൽ അഭിനയിച്ചിരുന്നത്. അതിൽ പുള്ളി നന്നായി അഭിനയിച്ചിരുന്നു. നല്ല സിനിമയായിരുന്നു, കണ്ടിരിക്കാൻ പറ്റിയ മൂവിയായിരുന്നു. അതേപോലെ ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു റോളല്ല, പുള്ളിക്ക് തീർത്തും ഒരു യുവ കാമുകൻ്റെ റോളാണ് ഷെയ്ൻ നിഗം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ സോങ്സ് വരുന്നുണ്ട്. അതിലൊക്കെ തന്നെ പുള്ളി ആടിയും പാടിയും തകർത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു യുവ കാമുകനായിട്ട് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയും പുള്ളിയുടെ റോള് നന്നായിട്ട് തന്നെ ഷെയ്ൻ നിഗം ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളി നമുക്കറിയാം നല്ലൊരു ഡാൻസറാണ്. അപ്പോൾ ഇതിലുള്ള പാട്ടുകൾക്കൊക്കെ പുള്ളി വയ്ക്കുന്ന ചുവടുകളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഡാൻസർ തന്നെയാണ് ഷെയ്ന്. പിന്നെ അതേപോലെ ആ ഒരു കാമുകൻ്റെ റോള് ഒരു ഇടവേളയ്ക്ക് കുറച്ച് മുമ്പ് വരെയും ഒരു പെണ്ണിൻ്റെ പിറകെ എങ്ങനെയൊക്കെ ഒരാൾ പോകുന്നു, എങ്ങനെയൊക്കെ പ്രണയം പറയുന്നു, അതൊക്കെ നന്നായിട്ട് ഷെയ്ന് വളരെ പ്രസന്നായിട്ട് ചിരിച്ചുകൊണ്ട് ഒരു ചെറിയ പയ്യനെ പോലെ തന്നെ പുള്ളി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു പ്രസക്ത കഥാപാത്രം എന്ന് പറയുന്നത് ജോണി ആൻ്റണിയാണ്, പുള്ളിയുടെ അച്ചായൻ റോള്. ഈ അച്ചായൻ റോള് വളരെ വലിയ പ്രസക്തമായൊരു കഥാപാത്രം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ പുള്ളി കുറേ മതപരമായ കാര്യങ്ങളെ ഇതിൽ വിമർശിച്ചുകൊണ്ട് ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടാണ് അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഈ ഒരു കഥാപാത്രത്തിനുണ്ട്. ജോണി ആൻ്റണി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സുരേഷ് കൃഷ്ണ, പുള്ളിയും ജോണി ആൻ്റണിയും ചേർന്നിട്ട് കോടതിയിലുള്ള ആ വാദപ്രതിവാദത്തിൻ്റെ ഡയലോഗുകളൊക്കെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നടക്കുന്ന ആ മതപരമായ വിഷയങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന, അതായത് സത്യത്തെയും മിഥ്യയെയും ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ അഭിനയിച്ചിരിക്കുന്നത്. അതൊക്കെ നന്നായിരുന്നു. അതേപോലെ മറിമായത്തിലുള്ള ഉണ്ണിരാജ, റിയാസ് നർമ്മകല, നിയാസ് ബക്കർ, അവരൊക്കെ തന്നെ ഇതിൽ അവർക്കും മതപരമായ കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ നന്നായി അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിശാന്ത് സാഗർ പോലീസായിട്ട് ഇതിൽ വരുന്നു. പുള്ളിക്ക് പോലീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ സിനിമയിലെ പ്രധാന മാറ്റർ ആ മതത്തെ സംബന്ധിച്ച് തന്നെ അത് എന്തൊക്കെയാണെന്നുള്ളത് പുള്ളി ചെയ്തിട്ടുണ്ട്. വേറെയും കുറച്ച് പോലീസുകാരെ കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സിനിമയിൽ ഇത്തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഈ കഥാപാത്രങ്ങളൊക്കെ ഇതിൽ അഭിനയിച്ച എല്ലാവരും, പിന്നെ സംഗീത കുറേ കാലമായിട്ട് അഭിനയിക്കാതെ ഇപ്പോൾ എല്ലാ സിനിമകളിലും വരുന്നുണ്ട്. ചിന്താവിഷ്ടയായ ശ്യാമളയിൽ അഭിനയിച്ച സംഗീത, അവരുടെ റോള് നന്നായിരുന്നു, നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഥാപാത്രങ്ങളും ഓക്കെ, കഥയും ഓക്കെ, സിനിമ അങ്ങനെയാണ് മൂവ് ആകുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് ഞാൻ അവസാനം വരാം. അതിനു മുമ്പ് ഈ സിനിമ എഴുതിയത് നിഷാദ് കോയയാണ്. അതേപോലെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് റഫീഖ് വീരയാണ്. അപ്പോൾ റഫീഖ് വീര, നിഷാദ് കോയ, ഈ പേരുകളിൽ നിന്ന് തന്നെ എന്താണ് മനസ്സിലാകുന്നത്? രണ്ട് പേരും മുസ്ലിം സഹോദരങ്ങളാണ്. അപ്പോൾ ഇവർ നിഷാദ് കോയ എഴുതിയിരിക്കുന്ന ഈ കഥ എന്ന് പറയുന്നത് അതിലെ ഇടവേളയ്ക്ക് കുറച്ച് മുമ്പ് മുതലുള്ള ഡയലോഗുകൾ മൊത്തവും മതപരമായ കാര്യങ്ങൾ, അതായത് സിനിമയുടെ പ്രധാന മാറ്ററുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലവ് ജിഹാദ്, മതപരമായിട്ടുള്ള മതഭ്രാന്ത്, മതവിദ്വേഷം, മതത്തെ സംബന്ധിച്ചുണ്ടാകുന്ന അക്രമങ്ങൾ, ഇതൊക്കെയാണ് പുള്ളി എഴുതി കഥയാക്കി ചെയ്തിരിക്കുന്നത്. പക്ഷേ സിനിമയുടെ പ്രധാന പോയിന്റ് ലവ് സ്റ്റോറിയാണ് താനും. ലവ് ജിഹാദിന് വളരെയധികം സംഭവങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. പക്ഷേ ഈ സിനിമ മുഴുവൻ നെഗറ്റീവായിട്ടാണ് പോകുന്നതെങ്കിലും
സിനിമയുടെ ക്ലൈമാക്സ് എത്തിയപ്പോഴേക്കും അതുവരെ എനിക്ക് പിടുത്തം ഉണ്ടായിരുന്നില്ല ഇവർ എന്താണ് പറയാൻ പോകുന്നത്. നിഷാദ് കോയ അതേപോലെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന റഫീഖ് വീര എന്താണ് ആ ഡയറക്ഷനിലൂടെ പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് എനിക്ക് ക്ലൈമാക്സ് വരെ ഉറപ്പില്ലായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് എത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, രണ്ടുപേരും പോസിറ്റീവായ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവർ ശരിക്കും നെഗറ്റീവായ വിഷയങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ പോസിറ്റീവായിട്ടുള്ള പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ നെഗറ്റീവായ കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെ കാര്യത്തിലും നമുക്ക് ഒട്ടും കുറ്റപ്പെടുത്താനാവില്ല. അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. രണ്ടുപേരും കൂടി മതങ്ങളിൽ, ഓരോ മതങ്ങളിലും, ഇപ്പോൾ മുസ്ലിം മതം, ഹിന്ദു, ക്രിസ്ത്യൻ, ഈ മൂന്നിലും വരുന്ന മതഭ്രാന്തും മതത്തെ സംബന്ധിച്ചുള്ള അക്രമങ്ങളൊക്കെ ഇവർ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ക്ലൈമാക്സോ ഇവർ പോസിറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ സിനിമ ക്ലൈമാക്സ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു നല്ല മൂവി തന്നെയാണ്. ഇതിൽ കുറേ കോമഡികളും ഉണ്ട്, അതും നന്നായിട്ടുണ്ട്. പിന്നെ ഈ നെഗറ്റീവ് വിഷയങ്ങളെ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന രീതി അതും നന്നായിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിനിമയിൽ എവിടെയും ഒരു ലാഗ് കാര്യങ്ങളൊന്നുമില്ല, ബോറടിപ്പിക്കുന്നില്ല, നല്ലൊരു മൂവി തന്നെയാണ്. ആ കാര്യം ഞാൻ തീർത്തും പറയുകയാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, റഫീഖ് വീരയും നിഷാദ് കോയയും എടുത്തു വെച്ചിരിക്കുന്ന ഈ സിനിമ ഓക്കെ പോസിറ്റീവൊക്കെ തന്നെയാണ്. പക്ഷേ ഇതുപോലെ തന്നെ ലോകത്തിൽ ആയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഫുൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം ലോകത്ത് ഈ സിനിമയിൽ പറയുന്ന പോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ ലോകത്ത് ഒരിക്കലും മതപരമായിട്ട് ഇങ്ങനെ അടിപിടിയും വിദ്വേഷങ്ങളും ഒന്നും വരില്ല. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ചിലരെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ ധാരാളം വാർത്തകളിൽ വരുന്നുണ്ട്. അതിൽ കുറേ ഫേക്കും ഉണ്ട് കേട്ടോ. ഈ സോഷ്യൽ മീഡിയകൾ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി കുറേ ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കി വിടുന്നുണ്ട്. അത് ഏതിലും, ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും പത്രങ്ങളിലായാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഫേക്കായ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് സ്വാർത്ഥ ലാഭം അവിടെ വരുന്നുണ്ട്. പിന്നെ നല്ല കാര്യങ്ങളെ അവർ പ്രോത്സാഹിപ്പിക്കാതെ വിടുന്നുമുണ്ട് സോഷ്യൽ മീഡിയ. ഇതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയുടെ ഉത്തരവാദിത്വം എന്താണോ അവരത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പലരും അതിനെ അവഗണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലവ് ജിഹാദിനെ കുറിച്ചൊക്കെ വരുന്ന പല ന്യൂസുകളും ഫേക്കായിരിക്കാം. പക്ഷേ റിയലായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വാർത്തകളിലൂടെ എപ്പോഴും വായിച്ചും അതേപോലെ കണ്ടും, ഡയറക്റ്റായിട്ടല്ല ന്യൂസുകളിൽ സ്ക്രീനിൽ കണ്ടും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഞാനിതൊന്നും നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, ലവ് ജിഹാദ് സത്യമാണോ എന്നുള്ളതൊന്നെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ലെങ്കിലും നമ്മൾ കണ്ടും കേട്ടും അറിയുന്ന കാര്യങ്ങൾ ഇത്രയും വരുമ്പോൾ അതിലെന്തായാലും റിയലായിട്ടുള്ളതും ഉണ്ടാകില്ലേ എന്നുള്ള സംശയം തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. അതേപോലെ എനിക്ക് നേരിട്ട് ഈ കാര്യങ്ങൾ അറിയില്ലെങ്കിലും എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി, ഒരു ഹിന്ദുവാണ് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത റിലേഷനിൽ ഉള്ള ഒരു പെൺകുട്ടി, ഹിന്ദു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഒരു മുസ്ലിം യുവാവ് പ്രണയിച്ച് അത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് അത് ഇവരെ രണ്ടുപേരും സ്ഥലത്തില്ല, കിട്ടിയില്ല, ഇവരെവിടെയെന്നേ അറിയാതെ പിന്നെ അവസാനം അറിഞ്ഞ് നെയ്സിൽ. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ പിടിപാടുള്ള ഒരു കൂട്ടരാണ് അവർ, ഏത് ഞാൻ പറയുന്ന ഹൈന്ദവരുടെ ആ റിലേഷനിലുള്ളവർ. അപ്പോൾ അവർ പൊളിറ്റിക്കലായിട്ടൊക്കെ വളരെയധികം മുന്നോട്ട് നീങ്ങിയിട്ട് ഇവരെവിടെയെന്ന് കണ്ടുപിടിച്ചിട്ട് നോക്കുമ്പോൾ അത് പുള്ളി ഇതേപോലെ IS-ലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിലൊക്കെയാണ് ഇയാൾ എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതായത് ഡയറക്റ്റായിട്ട് അനുഭവം എനിക്കില്ല. ഇദ്ദേഹം പറഞ്ഞത് കേട്ടതാണ് ഞാനിവിടെ പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഈ കുട്ടിയെ മാറ്റാൻ വേണ്ടിയിട്ട്, കാരണം മുസ്ലിം യുവാവാണല്ലോ, അതുകൊണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വരുത്തി തീർത്തിയതാണോ അല്ല യാഥാർത്ഥ്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആ പെൺകുട്ടിയെ ഇവരുടെ റിലേഷനിൽ പെട്ട ഒരു വ്യക്തിക്ക് തന്നെ മാരേജ് ചെയ്ത് കൊടുത്ത് അത് അവസാനം അങ്ങനെ അവർ ഒതുക്കി തീർത്തു.
പ്രശ്നങ്ങളൊന്നും പിന്നെ പുറത്ത് വന്നിട്ടില്ല. സത്യത്തിൽ ഇത് ഇവർ പറയുന്ന പോലെയാണെങ്കിൽ ചിലപ്പോൾ ന്യൂസുകളിലൊക്കെ വന്നേനെ, പക്ഷെ ഞാനതങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ പുള്ളി പറഞ്ഞ ഒരു കേട്ടറിവ് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നേരിട്ട് എനിക്കിതൊന്നും അറിയില്ലെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറേ പത്രങ്ങളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലോകത്തിൽ ഈ സിനിമയിൽ പറയുന്ന പോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ എത്ര മനോഹരമായേനെ. അങ്ങനെ ഒരു ക്ലൈമാക്സ് ആണ് നിഷാദ് കോയ എഴുതി റഫീഖ് വീര ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് അഭിനന്ദനങ്ങൾ പറയുകയാണ്. അതേപോലെ തന്നെ സെൻസർ ബോർഡിന് പ്രത്യേക അഭിനന്ദനം പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരിതിൽ പല സീനുകൾ കട്ട് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പല സ്ഥലത്തും വ്യാപക പ്രതിഷേധം ഉണ്ടായേനെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. ഇതിൽ BJP സംഘം, അതേപോലെ ഇതിൽ പോപ്പുലർ ഫണ്ട് ഉണ്ടല്ലോ അത്, ആ ഒരു ഗ്രൂപ്പ്, അതേപോലെ RSS അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയാതെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിൽ. അത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ BJP സംഘം അതിനെ പ്രതിനിധീകരിച്ചാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അവർ വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ മറ്റേ കൂട്ടർ ബീഫ് ബിരിയാണി കഴിക്കുമ്പോൾ ഇവരത് നോക്കി നിന്നിട്ട് ചോദിക്കുമ്പോൾ ബീഫ് ബിരിയാണി പറയുമ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട് സിനിമയിൽ, സ്ക്രീനിൽ. പക്ഷേ വേറൊരു ഭാഗത്ത് അവർ അതിന് ശേഷം വേറൊരു ഭാഗം വരുമ്പോൾ അവർ തന്നെ പറയുന്നത് അത്യാവശ്യത്തിന് ബീഫ് ബിരിയാണി എങ്കിലും ഉണ്ടായിരുന്നു, അതില്ലെങ്കിൽ കാണാമായിരുന്നു എന്ന് ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സീന് കട്ട് ചെയ്തിട്ടുണ്ട് ഈ കഴിക്കുന്ന സമയത്ത്. കാരണം ഇവരും BJP സംഘവും ബീഫ് കഴിച്ചിട്ടുണ്ട് എന്നാണ്, അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സെൻസർ ബോർഡ് അത് കട്ട് ചെയ്തത് നന്നായി. കാരണം ബീഫ് ആർക്കും കഴിക്കാം. ഇപ്പോൾ ഹിന്ദുക്കളിൽ ധാരാളം പേര് വീട്ടിൽ ബീഫ് വെക്കാതെ ഹോട്ടലിൽ കഴിക്കുന്ന കൂട്ടുകാരെയൊക്കെ എനിക്കറിയാം. ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഈ ഇന്ത്യയിൽ കേരളത്തിൽ ജീവിക്കുന്ന വ്യക്തി തന്നെയാണ്. എനിക്കുള്ള കൂട്ടുകാരൊക്കെ ഹൈന്ദവരും മുസ്ലിംസും ആണ് പ്രധാനമായിട്ടും. അപ്പോൾ അതുകൊണ്ട് അവരെങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നും ഞങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നതെന്നും എനിക്കറിയാം. അതുകൊണ്ട് ആ സംഭവങ്ങളൊക്കെ സത്യമാണ്. അപ്പോൾ പക്ഷേ സിനിമയിൽ അത് കാണിക്കുമ്പോൾ നാളെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അത് കട്ട് ചെയ്തത് നന്നായി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്ന് പോസിറ്റീവായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണ് ഹാല്. അതുകൊണ്ട് എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവി തന്നെയാണ്, കുഴപ്പമില്ലാത്ത മൂവി തന്നെയാണ്.